അല്ലടോ, കുറച്ചെങ്കിലും ഒരു ബോധമുണ്ടോ? ഞാൻ ഈ പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ഭ്രാന്തായി പോയാർന്ന്? എടോ, പണിയെടുക്കാണ്ട് ലോകത്ത് ഒരുത്തനും പൈസ തരില്ല. നിങ്ങൾ എന്ത് ഭ്രാന്താന്ന് പറയുന്നത്? അതായത് ഇവിടെ ഏതെങ്കിലും ഒരു ബ്ലോഗർ, ഇൻഫ്ലുവൻസർ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ട്. അവറ്റകൾക്ക് പൈസ കിട്ടുമോ? അവറ്റകൾക്ക് നല്ലോണം പൈസ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എന്താ പറയേണ്ടത്, സിനിമാ താരങ്ങൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ റമ്മീൻ്റെ കൂടെയാണ്. ഇവനൊക്കെ പോയിട്ട് റമ്മി കളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? അവനൊക്കെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ പരസ്യം നൽകിയിട്ട് നിങ്ങളെ പാപ്പരാക്കുക. അതുപോലെ വൈകിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ടല്ലോ, നമ്മുടെ ഏട്ടൻ എന്നാ പരിപാടി, നിങ്ങളെ കോഴിയാക്കുക. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിന് അഡിക്റ്റോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവരോ ഒന്നുമല്ല. എങ്ങനെയെങ്കിലും നിങ്ങളെ പോക്കറ്റിലുള്ള പൈസകൾ അടിച്ചു മാറ്റുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കുറേ ഇൻഫ്ലുവൻസർമാർ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ജാതകം നോക്കലാ പോലും, അതായത് ജ്യോതിഷം എന്നാണ് പറയുന്നത്. അതിനെന്തെല്ലോ ഇംഗ്ലീഷ് പേരൊക്കെ ഉണ്ട്. എനിക്ക് അത്രത്തോളം കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഇലക്ട്രിസിറ്റിയിൽ നിങ്ങളിത് കേൾക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഓൺലൈൻ ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം വന്നിട്ടുണ്ട്. അവർക്ക് വീടുണ്ടായത്, അതുപോലെ തന്നെ അവർക്ക് ജോലി കിട്ടിയത്, അവർക്ക് പണമുണ്ടായത്, കാറുണ്ടായത്, ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജ്യോതിഷത്തിലൂടെയാണ്. അതായത് 100 റുപ്യ കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ചേരുക. അതിൻ്റെ അകത്ത് ചേർന്ന് കഴിഞ്ഞാൽ അവരൊരു 10 പൂജകൾ പറയും. ആ പൂജകൾ ചെയ്യുക. പിന്നെ 1 ലക്ഷം രൂപ പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം മുതൽ കോടീശ്വരനായിട്ട് ബെൻസുകളിൽ ഇങ്ങനെ പോകാം. അതായത് നമ്മുടെ മുതിർന്ന വലിയ ഇതില്ല, എന്തൊരു ടക്കി എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ചങ്ങാതിയില്ലേ, ആ ചങ്ങാതിൻ്റെയൊക്കെ ബാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭഗവാനെ ചെരുപ്പ് ഊരിയിട്ട് നാളണം ഇതാക്കാൻ തോന്നുന്നു പറഞ്ഞാൽ അമ്മാതിരി പൊട്ടിക്കലല്ലേ പൊട്ടിക്കുന്നത്. എന്തിനാ അനിയാ നിനക്കുള്ളത് എന്ന് പറഞ്ഞാൽ യൂട്യൂബുകാർ തരുന്നില്ലേ? അതുപോലെ സോഷ്യൽ മീഡിയയിലും വല്ല ഉദ്ഘാടനം ചെയ്തിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നില്ലേ? പിന്നെ എന്തിനാ ഈ നാട്ടുകാരെ പറ്റിക്കാൻ നടക്കുന്നത്? അപ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ, മറ്റേ ശ്രീകുട്ടി, ഇവരൊക്കെ വന്നിട്ട് ഉഡായിപ്പിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇവർക്കൊക്കെ കിട്ടിയ വീടുകൾ ഇങ്ങനെയാണ്, ഇവർക്ക് കിട്ടിയ സമ്പാദ്യങ്ങൾ ഇങ്ങനെയാണ്, ഇവർക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ ഇങ്ങനെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരെ ഈ വീഡിയോ ഒക്കെ കാണുന്ന കുറേ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരുണ്ടാവും. അതായത് നമ്മൾ തന്നെ ദാരിദ്ര്യത്തിലേക്ക് എടുത്തെറിയുന്ന പറയുന്നില്ലേ, എന്നുവെച്ചാൽ എന്നെ കൊണ്ടൊന്നും വയ്യ, എനിക്കൊന്നും കഴിയില്ല, എന്നെ കൊണ്ടൊന്നും ഇതാകില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ കയറും. അവർ പിന്നെ എന്ത് ചെയ്യുമെന്നറിയാം. അതായത് ഭർത്താവ് അറിയാതെ ചിലപ്പോൾ ഒരു താലി ചെയിനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 2 മോതിരമോ ഇല്ലെങ്കിൽ ഒരു വളയോ ഇതെന്തെങ്കിലും വിറ്റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറും. എന്നാലെങ്കിലും നമ്മൾ ഇവരെ പോലെ പണക്കാരായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവർ ഈ ജ്യോതിഷനോട് പറയും, എൻ്റെ ജ്യോതിഷാ എനിക്കൊരു വീട് തരുമോ എന്ന് പറയും. അപ്പോൾ അവിടെ ജ്യോതിഷം പറയും, നിങ്ങൾക്ക് വീടിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1 മിനിറ്റ്, ഇനി ഒരു 50,000 റുപ്യ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് നിക്ഷേപിക്കുമെന്ന് പറയും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ 50,000 റുപ്യ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് കിട്ടൂല, ആ ഉള്ള വീടായിരുന്നു പോയിട്ടുണ്ടാവുമായിരുന്നു. അതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താ, ഇവരൊക്കെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഇൻഫ്ലുവൻസർമാരിൽ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഈ ഇൻഫ്ലുവൻസർമാർ വന്നതിൽ പിന്നെയാണ് നമ്മുടെ നാട്ടിൽ കിഡ്നി പേഷ്യൻ്റായിട്ടും മറ്റേ പേഷ്യൻ്റായിട്ടും അതുപോലെ ക്യാൻസറൊക്കെ എന്ന് പറഞ്ഞ് ഇത്രയും വ്യാപിച്ചത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ കൊടുക്കുന്ന പല പരസ്യങ്ങളും, അതായത് ഇവർ ഉപയോഗിക്കാത്ത പല കാര്യങ്ങളും അതിൻ്റെ അകത്തൂടെ നമ്മളിലേക്ക് വരികയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരെ അബോർഷനായി പോയി എന്ന് പറഞ്ഞു. അവരുടെ ഒരു പരസ്യം ഈ ഗർഭിണിയായ സമയത്ത് തന്നെ ഞാൻ കണ്ടിരുന്നു. എന്താണെന്നറിയാം, ഞാൻ ഇന്ന് രാവിലെ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഇതാണ്, ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഈ പ്രൊഡക്റ്റിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുകയാണ്. അതായത് ഇതിൻ്റെ അകത്തുള്ള മാരക വിഷങ്ങളായിരിക്കും ചിലപ്പോഴും വയറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, അയ്യോ എനിക്കിങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞിട്ട് കരയുകയാണ്. അതായത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി വ്ളോഗർമാരായി കഴിഞ്ഞാൽ അവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ചില എന്താ രഞ്ജിനിയെ പോലെയുള്ള ആൾക്കാർ ചെയ്ത പരസ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അവരൊക്കെ ദുബായിൽ എന്താ പോയിട്ട് ചെയ്യുന്നത്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ? അതായത് രഞ്ജിനി ആയിക്കഴിഞ്ഞാലും പിന്നെ മറ്റുള്ളവരായി കഴിഞ്ഞാലും ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കില്ലേതല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ദുബായിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് പരസ്യം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ആദിവാസി എണ്ണ എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള എല്ലാ വ്ളോഗർമാരും ചെയ്തിട്ടില്ലേ? അവന്മാർക്കൊക്കെ കിട്ടിയ ലക്ഷങ്ങൾ എത്രയാണ്? അതുമാത്രവുമല്ല, അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയവർ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കമ്പനീൻ്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ പരസ്യം ചെയ്തിട്ടുള്ളവർ എല്ലാവരും ചെയ്തിന്. ഇപ്പോൾ റീഡിങ് ഉണ്ടാടോ ഈ ആദിവാസി എന്തോ ഒരു കാര്യമുണ്ടല്ലോ, അതിന് എന്തോ ഒരു ഓയിലാണ്
എണ്ണ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏടിയും ഉണ്ടെങ്കിൽ ഒന്നിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യണേ, ഞാൻ കണ്ടിട്ടില്ല ഏടിയും. അതുപോലെ തന്നെയാണ് ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പരിപാടിയാണിത്. എന്തിനധികം പറയുന്നത്, തുളസി വീട്ടുമുറ്റത്തുണ്ടായാൽ എന്ന് പറഞ്ഞിട്ട് ഒരു തംലൈന് കൊടുത്താൽ അതിലെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചാടി വീഴുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള നല്ലതുണ്ടോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. എല്ലാവരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ദൈവത്തെ കൂടുതലായിട്ട് കൂട്ടുപിടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ദൈവം കൊണ്ടുതരും, ഇതാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, ദൈവത്തിന് അതല്ല പണി. അതായത് എല്ലാം ദൈവം കൊണ്ടുതരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കൊണ്ടു കൊടുക്കത്തില്ല. പിന്നെ ദൈവം കൊണ്ടു കൊടുത്തവരൊക്കെ ഇന്ന് കോടീശ്വരന്മാരാണ്. ശബരിമലയിലുള്ള കുറേ ആൾക്കാർ, അവർ നല്ലോണം ദൈവത്തിന് വിളിച്ചു, ദൈവം നല്ലോണം അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവരൊക്കെ ഇന്ന് നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ പാവങ്ങൾ ആയ ഒറ്റയൊരുത്തന് പോലും ഒരു ഉറുപ്പ്യ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന കുറേ എണ്ണോ ഇവറ്റകളുടെയൊക്കെ വീഡിയോ കാണാമെന്നല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇവരെയൊന്നും അനുകരിക്കരുത്. അവർ പല തട്ടിപ്പും പറയും. അവർ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് കാണിച്ചിട്ട് പറയും ഇതെൻ്റെ ഫ്ലാറ്റാന്ന് പറയും. എങ്ങനെയാണ് ഈ ഫ്ലാറ്റ് ഞാൻ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്തായിരിക്കും എന്നറിയാം. അതായത് ഞാൻ ഇന്ന ആസ്ട്രോയിൽ പോയി ആ ആസ്ട്രോക്കാരനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ തട്ടിപ്പാണ്. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ പുതിയ യുഗത്തിലെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ AI എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരാൾ പോലും നിങ്ങൾ അക്കൗണ്ടിൽ പൈസ ഇട്ട് തരൂല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. ഇവിടെയുള്ള കുറേ ആൾക്കാർ തട്ടിപ്പിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിലൊരുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവനെ കാണാനില്ല. പണ്ട് കുറേ പാവങ്ങൾക്ക് വീടെടുത്ത് കൊടുക്കുന്നൊരു വ്ളോഗർ ഉണ്ടായിരുന്നല്ലോ, എന്നാൽ അവൻ്റെ പേര് നാക്കി വ്ളോഗ്സ്, അങ്ങനെ ഇങ്ങാറ്റം പറഞ്ഞിട്ട് ഒരുത്തനാണ്. അവൻ്റെ ഒന്നും അഡ്രസ്സേ ഇല്ല ഇപ്പോഴും, എവിടെയാണ് പോയെന്ന് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഓൺലൈൻ റമ്മികളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പരിപാടികളും പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ പിന്നെ പൈസ പറ്റി ജീവിക്കുക, ഇതൊക്കെ കൊണ്ട് പാവങ്ങളുടെ കണ്ണീരല്ലേ ഇതൊക്കെ. അതായത് ഇവനെയൊക്കെ വിശ്വസിച്ചാൽ എത്ര ആൾക്കാരാണ് ഇതിൻ്റെ അകത്തൊക്കെ ചേരുന്നത്. എന്നിട്ട് അവരുടെയൊക്കെ ജീവിതം പോകുമ്പോഴാണ് പിന്നീട് അയ്യടാന്നാക്കുന്നത്. അപ്പോഴേക്കും പറഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ആ പൈസയും വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടോ. എന്നിട്ടെന്താ പറയുന്നതെന്നറിയാം, അയ്യോ അത് പ്രമോഷനാണ് അത് പ്രമോഷനാണ്. എന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർക്ക് പ്രമോഷനാണ്. പ്രമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, അതായത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണെന്നോ നോക്കണം. അല്ലാതെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും അത് ഭയങ്കര ദൈവവചനമായി എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് നിങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ലല്ലോ. നിങ്ങളിപ്പോഴും വഞ്ചിച്ചു കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് നിന്ന്? നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് വീട് കിട്ടുമോ? ഏതെങ്കിലും ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വീട് കിട്ടുമോ? അല്ല ഏതെങ്കിലും ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പണം കിട്ടുമോ? പണം അങ്ങോട്ട് കൊടുക്കല്ലേ വേണ്ടത്. അല്ല അതെന്ത് ഭർത്താനാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും നമ്മൾ ഈ പൈസ കൊണ്ടുപോയിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരുപാട് ബെനിഫിറ്റ് കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഒരുത്തനും അത് കിട്ടിയിട്ടും ഉണ്ടാവില്ല, കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ കണ്ടോ, പക്ഷേ ഇവരുടെ അടിമയാകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർമാരുടെ അടിമകളാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പൈസ നിങ്ങൾ ഉണ്ടാക്കിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാ തെണ്ടിത്തരത്തിനും പൈസ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ രഞ്ജിനി ഹരിദാസൊക്കെ പരസ്യം ചെയ്തിട്ട് എന്ത് പരസ്യമാണ്? അല്ലാതെ എന്താണ് അവരവിടെ പോയിട്ട് ചെയ്യുന്നത്? അവിടെ പോയിട്ട് നല്ലതാണോ ചെയ്യുന്നത് എന്നുപോലും അന്വേഷിക്കാതെ ഒരു പരസ്യം അങ്ങ് ചെയ്യുക. ഒരുപാട് പാവപ്പെട്ടവർ ഇതിനകത്ത് വീഴുക. അവരുടെയൊക്കെ ശാപം ഉണ്ടാവുമോ നിങ്ങളെയൊക്കെ മേലെ? അതായത് നിങ്ങളൊന്നും ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവരെ ഈ പാവങ്ങളുടെ ഈ പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് എങ്ങനെ ഗതി പിടിക്കാനാണ്? ഏതെങ്കിലും ഒരുത്തൻ്റെ ശാപം മതി. അതുകൊണ്ട് പറയുകയാണ്, ഇനിയെങ്കിലും നിങ്ങൾ പൈസ വാങ്ങിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. പണിയെടുത്താൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരുത്തനും വന്നിട്ട് നമ്മുടെ വീടിൻ്റെ നടയിൽ വെച്ചിട്ട് ഇതാ പോന്നേ എന്നാൽ ആ 100 തന്നെയാന്നേന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരാൾ പോലും പൈസ കൊണ്ട് തരൂല. അതുകൊണ്ടാണ് പറയുന്നത്, ഇവരൊക്കെ വീഡിയോ കണ്ടോ, ആരാധന നല്ലതാണ്. പക്ഷേ ഇതൊരുമാതിരി എന്താ പറയുക, ഇതായിട്ടുള്ള ആരാധന പാടില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. വളരെ മോശം തന്നെയാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിക്കുക. പൈസ അത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. ബൈ ബൈ. വാ.